ശുഭാധാർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം പിന്നെ നമ്മുടെ വീഡിയോ കാണാതെ തന്നെ ഓയിലിൻ്റെ കാര്യമാണെങ്കിലും ഒത്തിരി ആൾക്കാർ വന്നിച്ച് വാട്സപ്പിൽ ഇന്നയാൾ ലിങ്ക് ഇട്ട് തന്നതാണ്, ഇന്നയാൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഓയിൽ വാങ്ങിക്കുന്നത്, അങ്ങനെ പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും ഓയിൽ വാങ്ങിക്കുന്നത്, പുതിയ പുതിയ കസ്റ്റമർ കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി 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 സന്തോഷം കേട്ടോ. നമ്മുടെ പറഞ്ഞ് നമ്മുടെ ഓയിൽ അത്രയും ഒരു നിലയിലെത്തിയല്ലോ എന്ന് എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷം. അപ്പം ഇന്നാണെങ്കിലും 2-3 ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരാൾ ലിങ്ക് ഇട്ട് തന്നതാണ് ഓയിലിൻ്റെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. അത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഇത്രയും ഒരു ഇതിൽ എൻ്റെ ഓയിൽ ആയല്ലോ, അത്രയും നല്ലൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലായല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല സൂപ്പർ ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും പറയാനല്ല ഇന്നിപ്പോൾ ഞാൻ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആനിവേഴ്സറി ആയി, 1 വർഷമായി എന്നൊക്കെ പറഞ്ഞ ഒരു തൈരിൻ്റെ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അന്ന് മുതൽ എൻ്റെ അടുത്ത് ഓരോ ചേച്ചിമാർ പറയുന്നുണ്ട്, ശുഭയെ തപ്പിയിട്ട് കാണുന്നില്ല, നോക്കിയിട്ട് കാണുന്നില്ല. കുറച്ച് പേർക്കൊക്കെ ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തു. ശുഭയെ അതിൻ്റെ സാരാംശം ഒന്ന് പറയാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് തന്നെ അതങ്ങ് നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും ഏറ്റവും കൂടുതൽ കമൻസ് വന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ചതും ആ ഒരു വീഡിയോൻ്റെ ടൈമിലായിരുന്നു കേട്ടോ. ആ വീഡിയോ ആണ് വൈറലായത്. ഇപ്പം 1 മില്യണിലേക്കാകാനായിട്ട് പോവുക കേട്ടോ. നമ്മുടെ അതുപോലെ അടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ സാരാംശം എന്ന് പറയില്ല, ആ ചേച്ചി ചോദിച്ച പോലെ തന്നെ ആ വാക്യം പറയുവാണ്. അതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, തൈരാണ് അതിൻ്റെ മുഖ്യ ഘടകം. തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതാണ്. തൈര് നല്ലൊരു ക്ലെൻസറാണ്. തൈര് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ നല്ലതാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എല്ലാം നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ബൗളിനകത്ത് കുറച്ച് തൈരെടുത്ത് വെക്കണം കേട്ടോ. കുറച്ച് തൈരെടുത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫേഷ്യലിൻ്റെ ഫസ്റ്റ് തന്നെ എന്നതാ വേണ്ടത്, ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ തൈരെടുത്ത് ബൗളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ മുഖം ക്ലീൻ ആക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട്. എന്നിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് ക്ലീൻ ആക്കുക. അപ്പം വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലീനാക്കി നല്ല തുടച്ച് മാറ്റി മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്നതാ, സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനായിട്ട് വീണ്ടും ആ ബൗളിനകത്തെ തൈരിൽ നിന്നും 1 സ്പൂൺ വീണ്ടും എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കയ്യിലോട്ടോ വേറൊരു ബൗളോ ഒക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പം കാപ്പിപ്പൊടിയുടെ ഗുണം എന്തൊക്കെയാണ്? കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനെ നല്ല വൈറ്റ്, നല്ല സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ്, ഇങ്ങനെ പിഗ്മെൻറ്റേഷന്, ടാന് എല്ലാം ഒന്ന് തന്നെ, കരിമംഗലം ഇതെല്ലാം ഒന്ന് തന്നെ കേട്ടോ. എല്ലാത്തിനെയും ഒന്ന് കുറയ്ക്കാൻ സാധിക്കുന്ന സാധനമാണ് കാപ്പിപ്പൊടി. അതിൻ്റെ കൂടെ നല്ല സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനായിട്ട് പഞ്ചസാര. അപ്പം തൈര്, കാപ്പിപ്പൊടി, പഞ്ചസാര കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. ഇത് 3ഉം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്യുക. മൂക്കിൻ്റെ സൈഡിന് പ്രാധാന്യം കൊടുക്കണം, ചുണ്ടിൻ്റെ ഈ സൈഡിന് പ്രാധാന്യം കൊടുക്കണം, നെറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും പ്രാധാന്യം കൊടുത്ത് മസാജ് ചെയ്യുക. മസാജ് ചെയ്യേണ്ട രീതിയൊക്കെ ഓയിലിൻ്റെ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ഓയിലിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രബിന് വേണ്ടി സ്ക്രബ് ഇട്ട് ഈ നമ്മുടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തൈരും കൂടെ നല്ല കട്ടത്തൈരായിരിക്കണം, അധികം പുളിയും പാടില്ല കേട്ടോ. എനിക്ക് ഓരോരുത്തർ കമൻറ്റ് വന്നായിരുന്നു ആ വീഡിയോയുടെ ടൈമിൽ, ശുഭയെ പുളിയുള്ള തൈരെടുക്കണോ പുളിയില്ലാത്ത തൈരെടുക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു. അധികം പുളി വേണ്ട കേട്ടോ. അപ്പം ഇത് 3ഉം കൂടെ എടുത്ത് നല്ല പോലെ മസാജ് ചെയ്ത് ഒരു 5-10
മിനിറ്റ് മസാജ് ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. നന്നായിട്ട് മസാജ് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക, തുടച്ചെടുക്കുക. അപ്പം ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? മസാജിങ് നമ്മൾക്ക് ഇവിടെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മസാജിനായിട്ട് ഞാൻ ഇവിടുത്തെ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, മസാജ് ചെയ്യുമ്പോൾ ഒരു തണുപ്പുണ്ട്, സുഖമല്ലേ. നമ്മൾ പാർലറിലൊക്കെ ഐസ് ക്യൂബ് ഇങ്ങനെ കയ്യിലോട്ടാക്കിയിട്ടാണ്, ആ കൈ കൊണ്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. എൻ്റെയൊക്കെ കൈയാണെങ്കിൽ പെട്ടെന്ന് ചൂടാകും മുഖം. അപ്പോൾ തന്നെ ഞാൻ ഐസ് ക്യൂബ് ഇങ്ങനെ ഒന്നാക്കുമ്പം മസാജ് ചെയ്യുമ്പം നല്ല സുഖമാണ്, നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് തക്കാളിയുടെ ഒരു അരമുറി എടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുക്കണം. എപ്പോഴും നമ്മൾ ഒരു ബൗൾ എടുക്കണം. ഒരു ബൗളിൽ നമ്മളിവിടെ തൈരും എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, തുടങ്ങിയപ്പോൾ ഫേഷ്യൽ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ആ ബൗളിനകത്തേക്ക് നല്ല കഴുകിയെടുത്ത സ്ക്രബിൻ്റെ തൈരും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ നമ്മൾ മുഖത്ത് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ അത് കഴുകണം ആ പാത്രം. എന്നിട്ട് ആ ബൗളിനകത്തോട്ട് വീണ്ടും നമ്മൾ തക്കാളിയുടെ ഫുള്ളകത്തെ പൾപ്പ് ഫുള്ള് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂൺ തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. മിക്സ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക. മൊത്തം മുഖത്തും നെറ്റിയിലും എല്ലായിടത്തും കഴുത്ത് കൂട്ടി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്നത്, മുഖത്ത് എന്ത് ചെയ്താലും നമ്മൾ കഴുത്തേലും കൂടെ കൂട്ടി ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് തുടങ്ങുക. നമ്മുടെ നെറ്റി, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചുണ്ട്, നമ്മുടെ കവളൊട്ടും ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളം കൈ കൊണ്ട് നന്നായിട്ട് റൗണ്ട് മസാജ് കൊടുക്കുക. കവിള് കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. ഇങ്ങനെ വലിച്ചു നിർത്തി പ്രഷർ കൊടുത്ത്, ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്തുള്ള മസാജ് ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം കൈ എടുക്കാതെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി ടവലും കൊണ്ട് തുടച്ചെടുക്കണം. അടുത്തതെന്താ? പായ്ക്കിനായിട്ട് ഞാനിവിടെ നമ്മൾ ആ ഒരു തക്കാളി എടുത്തിട്ട് അരമുറിയല്ലേ നമ്മൾ പൾപ്പിനായിട്ട് ഒഴിച്ചെടുത്ത്, അതിൻ്റെ അരമുറി മിച്ചമുണ്ട്. ആ തക്കാളി കൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക പായ്ക്കായിട്ട്. തക്കാളിയുടെ ഫുള്ളകത്തെ ജെല്ല് നമ്മുടെ കവളയിലോട്ടും നമ്മുടെ മുഖത്തോട്ടും നമ്മുടെ നെറ്റിയിലോട്ടും കഴുത്തേലോട്ടും മിച്ചമുണ്ട് കയ്യിലോട്ടും എല്ലാം തേച്ച് കൊടുക്കുക. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് സംഭവിക്കുന്ന അത്ഭുതം നിങ്ങൾക്കറിയാൻ പറ്റും. എൻ്റെ ആ ഒരു വീഡിയോ ഒരുപാട് ജനങ്ങൾ കണ്ടു, ഇപ്പോഴും ഓരോരുത്തരും കണ്ട് അതിൻ്റെ കമൻസ് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് പേരുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട്സ് മായാൻ തുടങ്ങി. ആഴ്ചയിൽ ഒന്ന് ചെയ്യാൻ പറ്റിയ ഫേഷ്യലായത് കേട്ടോ. ഇപ്പം നിങ്ങൾ പാർലറിൽ പോകുന്നതിനോട് പാർലറിൽ സ്ഥിരം പോകുന്നവർക്ക് പാർലറിൽ പോകാം, അതിന് യാതൊരു കുഴപ്പമില്ല. മസാജ് കിട്ടും, നമ്മുടെ മുഖത്ത് നല്ല ഒരു ഇതൊക്കെ വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ പാർലറിലൊന്നും പോകാതെ എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ കൂടെ, എത്രയോ അമ്മമാരുണ്ട്, എത്രയോ അനിയത്തിമാരുണ്ട്, എത്രയോ കൊച്ചു പിള്ളേരുണ്ട്, ഒത്തിരി പേരുണ്ട് പാർലറിൽ പോകാനായിട്ട് നിവർത്തിയില്ലാത്ത. ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ ഈ പാർലർ നടത്തി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുവാണ്, നമ്മൾക്ക് പാർലറിന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് ജനങ്ങൾക്ക്. എത്ര രൂപയാകും പാർലറിൽ പോയാൽ, ഇത്രയും പൈസ എനിക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പാർലറിൽ ഇപ്പം എത്രയോ പേര് ഫേഷ്യൽ ചെയ്യാൻ വരുന്നവരുടെ കൂടെ ഒരാളെയും കൂടെ ചിലപ്പം ആരെങ്കിലും ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വന്ന് അവിടെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇവർ കൂടെ വരുന്നയാളെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പം ആ ചേറെ ഇരിക്കുന്നവർ ഈ ചെയ്ത് കഴിഞ്ഞവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയും, അയ്യോ കൊള്ളാം കേട്ടോ, നല്ലതാ കേട്ടോ. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമായിട്ടും എന്തായാലും പാർലറിൽ നിന്നൊരു ഫേഷ്യൽ ചെയ്യണം എന്നുള്ള ഒരിത് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ കുട്ടിയുടെ അടുത്ത് ചിലപ്പം ക്യാഷ് കാണത്തില്ല, എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാണും. അങ്ങനെയുള്ള എത്രയോ പേര് ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി പൈസ ഇല്ല കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് എനിക്കത് എവിടെയും പറയാൻ പറ്റും. എൻ്റെ അടുത്ത് വരുന്ന സ്ഥിരം ആൾക്കാർക്ക് ഉള്ളവർ തരട്ടെ, ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവർക്കും ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം കാണത്തില്ലേ? അങ്ങനെയുള്ള എൻ്റെ
കൊച്ചു മക്കൾക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഗുണവത്തായ ഒരു ഫേഷ്യലായത് കേട്ടോ. നിങ്ങൾ 100% എന്നെ വിശ്വസിക്കാം. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും പറയുമല്ലോ, ഓയിൽ വാങ്ങിക്കുന്ന കുറേ ആൾക്കാർ വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ശുഭയുടെ ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്വാസമായതും കൊണ്ടാണ് ശുഭയുടെ ഓയിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ഓയിൽ ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്നു, ഫെബ്രുവരിയിലാണെന്ന് തോന്നി ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാം എന്ന് ഞാൻ കരുതിയത്. ഫെബ്രുവരിയാണോ ജനുവരിയാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. അതിന് മുന്നേ പാർലറിൽ സ്ഥിരം വരുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ വേറെ കടകളിലോ അങ്ങനെ ഒന്നും എൻ്റെ ഓയിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ എനിക്ക് കുറേ അധികം ഓർഡർ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോയി തയ്യാറാക്കിയാണ് അതിൻ്റെ പിറ്റേന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചത്. അപ്പം ഓരോരുത്തരും എന്താണെന്ന് പറഞ്ഞെന്നറിയാവോ, ശുഭയുടെ പായ്ക്കുകളും ശുഭയുടെ ഫേഷ്യൽസും എല്ലാം ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഓയിൽ പറഞ്ഞപ്പോഴേ വാങ്ങിച്ചത്. അല്ലാതെ അവരൊന്നും കൂടെ ഞാനാണെ ഒന്നും കൂടെ ചിന്തിക്കും. സത്യം ഞാൻ പറയുക, നമ്മളെല്ലാവരും അങ്ങനല്ലേ. ഈ ഓയിൽ എന്താണ്, ഈ ഓയിലിനകത്ത് എന്താണ് കണ്ടൻറ്റ്, അങ്ങനെ പോലും ചോദിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ശുഭ എനിക്ക് വേണം കേട്ടോ, എത്രയാണ് റേറ്റ്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വാട്സപ്പിൽ വന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ തൈരിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാവാം, എൻ്റെ ഈ തൈരിൻ്റെ വീഡിയോയ്ക്ക് എത്രയോ കമൻ്റ് ഉണ്ട് കേട്ടോ, എത്രയോ 1000 നിങ്ങൾ നോക്കിയാൽ അറിയാം. പക്ഷെ ഒത്തിരിയും പേര് പറഞ്ഞ് താഴേക്ക് സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് താഴെ നോക്കിയിട്ട് കാണുന്നില്ല. തൈരിൻ്റെ പല വീഡിയോസും കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതേതാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ തംബ്നെയിലിനകത്ത് ഞാൻ കൊടുത്തേക്കാം, ഇത്ര വ്യൂസ് വന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടി ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് ചോദിച്ചവർക്ക് കാണുകയും ചെയ്യാം, ഇനി മുന്നോട്ടുള്ളവർക്കും ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത്. എല്ലാവരും എന്തെടുക്കുന്നു, ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങിയോ? ഞങ്ങൾ ഇന്നലെ പോയി കേട്ടോ ടൗണിൽ. അവിടെ ഭയങ്കര സാധനത്തിന് പുൽക്കൂടൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, ഭയങ്കര വിലയായിരുന്നു, ഭയങ്കര റേറ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ 1 പ്രാവശ്യം മേടിച്ചാൽ നമ്മൾ അങ്ങനെ കുറേ നാളത്തേന് എടുത്ത് വെച്ചേക്കുമല്ലോ. പക്ഷേ ഞങ്ങളുടെ ഈ പ്രാവശ്യം നമ്മുടെ ഇങ്ങനെ കിണിമണികളൊക്കെ ഇല്ലേ തൂക്കിയിടുന്ന ആ സാധനമൊന്നും ഈ പ്രാവശ്യം കണ്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും മേടിച്ചത്. അല്ലെങ്കിൽ നമ്മൾ 1 പ്രാവശ്യം മേടിച്ചാൽ കുറേ നാളത്തേനൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാനായിരിക്കും ആദ്യം ഹാപ്പി ന്യൂ ഇയർ പറയുന്നതല്ല. എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ചെയ്ത് കാണിച്ചില്ലെങ്കിലും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സൂപ്പറാണ്. തൈര്, കാപ്പിപ്പൊടി, പഞ്ചസാര, തക്കാളി, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തക്കാളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.